നമസ്കാരം. ആലപ്പി അഷ്റഫ് കണ്ടതും കേട്ടതും എന്ന എൻ്റെ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ആരുമില്ലാത്തവരുടെയും ഒറ്റപ്പെട്ടു പോകുന്നവരുടെയും നിരാലംബരുടെയും നിസ്സഹായരുടെയും ഒക്കെ കണ്ണിലെ ദൈന്യത കാണുന്നവനും ജനങ്ങളുടെ കണ്ണുനീരൊപ്പുന്നവനുമാകണം ഭരണാധികാരി. ഉയർന്ന ഇരിപ്പിടത്തിൽ ഇരിക്കുന്നതിലൂടെയല്ല, മറിച്ച് ഉയർന്ന സ്വഭാവ ഗുണങ്ങളിലൂടെയാണ് ഒരാൾ മഹാനാകുന്നത്. സ്വഭാവ ഗുണങ്ങൾ കൊണ്ട് മഹാനായ ഒരു രാഷ്ട്രീയ നേതാവും കലാകാരനുമായ CR മഹേഷ് എന്ന MLA കലാ രാഷ്ട്രീയ ജീവിതത്തിലേക്ക് നമുക്കൊന്ന് കണ്ണോടിക്കാം. ഒരു ജുബ്ബയും തോളിലൊരു തുണിസഞ്ചിയും തൂക്കി ഊശാൻ താടിയും വളർത്തി ചുണ്ടത്തൊരു ബീഡിയും തിരികെ പുകച്ചുകൊണ്ട് ഞാൻ കലാകാരനാണ്, സാഹിത്യകാരനാണ്, എഴുത്തുകാരനാണ് എന്നൊക്കെ സ്വയം അവകാശവാദം മുഴക്കുന്ന, അതുമല്ലെങ്കിൽ മറ്റൊരാളുടെ തൂലികയിൽ വിരിയുന്ന കഥയും കവിതയും ഒക്കെ മോഷ്ടിച്ച് തന്റേതാക്കി മാറ്റിയതിനു ശേഷം കഴിവുറ്റ കലാകാരന്മാരുടെ രാഷ്ട്രീയം നോക്കി ആക്ഷേപം തൊടുത്തുവിടുന്നവരുടെ കാലമൊക്കെ കഴിഞ്ഞിരിക്കുന്നു. ഇന്ന് അറിവും വിവരവും വിവേകവും കഴിവുമൊക്കെ ഉള്ള ജീൻസും പാൻസും ഷർട്ടുമൊക്കെ ധരിച്ച ചെറുപ്പക്കാർ ഈ മേഖലകൾ കൈയടക്കി വരികയാണ്. ഒരു പാർട്ടിയുടെ മാത്രം കുത്തകാവകാശമായി കണ്ടിരുന്ന അല്ലെങ്കിൽ പ്രവർത്തിച്ചിരുന്ന കലാ സാംസ്കാരിക മേഖല ആ പാർട്ടിക്ക് ഇപ്പോൾ അന്യമായി കൊണ്ടിരിക്കുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. അതിനുള്ള കാരണം കഴിവുള്ളവരെ അകറ്റി നിർത്തിക്കൊണ്ട് അനർഹരെയും കള്ളനാണയങ്ങളെയും ചേർത്ത് നിർത്തി അംഗീകാരങ്ങളും ആദരവുകളും നൽകിയതിന്റെ തിരിച്ചടിയാണെന്ന് പറയാതിരിക്കാൻ വയ്യ. തന്നെയുമല്ല, ഈ കള്ളനാണയങ്ങളെ ചട്ടുകമായി ഉപയോഗിച്ച് മറ്റുള്ളവരെ വേദനിപ്പിച്ചതിന്റെ തിക്ത ഫലം കൂടിയാണിത്. ഞാൻ ഇതൊക്കെ ഇവിടെ പറയാനുള്ള കാരണം സംസ്ഥാന ഗവൺമെന്റിന്റെ കീഴിലുള്ള സാഹിത്യ അക്കാദമിയുടെ ചെയർമാൻ കവി സച്ചിദാനന്ദൻ ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് പറഞ്ഞ ഒരു കാര്യമുണ്ട്. മൂന്നാം വട്ടവും തുടർച്ചയായി ഇടത് സർക്കാർ അധികാരത്തിൽ വന്നാൽ അത് സർവനാശത്തിലേക്ക് നയിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞത് സത്യമാണെന്ന് സർക്കാരിന് ബോധ്യപ്പെട്ടത് കൊണ്ടല്ലേ സച്ചിദാനന്ദൻ ഇന്നും ആ സ്ഥാനത്ത് തുടരുന്നത്. എന്നാൽ ചലച്ചിത്ര അക്കാദമി ചെയർമാനായിരുന്ന പ്രേംകുമാറിനെ അയാൾ പോലും അറിയാതെ ചെവിയിൽ തൂക്കിയെടുത്ത് വെളിയിലേക്ക് എറിഞ്ഞത് എന്തിനാണെന്ന് അറിയാമോ? മറ്റൊരു സത്യം പറഞ്ഞതുകൊണ്ടാണ്. പ്രേംകുമാർ പറഞ്ഞു, ആശാ വർക്കേഴ്സ് നടത്തുന്ന സമരം ന്യായമാണെന്ന്. ഇതൊക്കെ കൊണ്ടായിരിക്കണം ഇതുവരെ ഉണ്ടാകാത്ത രീതിയിൽ കലാകാരന്മാരുടെയും സാഹിത്യകാരന്മാരുടെയും വലിയ ഒരു ഒഴുക്ക് കോൺഗ്രസിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. പല കലാകാരന്മാരും അവരുടെ രാഷ്ട്രീയം തുറന്നു പറയാനോ പൊതുരംഗത്തിറങ്ങി പ്രവർത്തിക്കുവാനോ തയ്യാറായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ സ്ഥിതി ആകെ മാറിയിരിക്കുകയാണ്. അവരിൽ പലരും ധൈര്യസമേതം അതിന് തയ്യാറായി കഴിഞ്ഞു. കോൺഗ്രസിന്റെ കലാ സാംസ്കാരിക രംഗത്തിന് ഒരു പുതുജീവനും ഉണർവും നൽകിയത് CR മഹേഷ് MLA കടന്നുവരവോടുകൂടിയാണ്. അദ്ദേഹം വെറുമൊരു രാഷ്ട്രീയ പ്രവർത്തകനും MLA മാത്രമല്ല, ഒരു സമ്പൂർണ്ണ കലാകാരൻ കൂടിയാണ്. ഒരു കാലത്ത് കലയെ ജീവിതോപാധിയാക്കിയ ഒരു കലാകാരൻ കൂടിയാണ് അദ്ദേഹം. ചെണ്ട എന്ന വാദ്യോപകരണത്തെ അനായാസം കൈകാര്യം ചെയ്യുന്ന ആളും കൂടാതെ നല്ലൊരു നാടക പ്രവർത്തകനുമാണ് അദ്ദേഹം. കോൺഗ്രസ് പ്രസ്ഥാനത്തിനോടൊപ്പം പണ്ടുണ്ടായിരുന്ന നാടക സംഘം വർഷങ്ങളായി നിർജീവാവസ്ഥയിലായിരുന്നു. അതിന് പുതുശ്വാസവും ജീവനും നൽകി ഉയർത്തെഴുന്നേൽപ്പിച്ചത് CR മഹേഷ് എന്ന കലാകാരനാണ്. സാഹിതി തിയേറ്റേഴ്സിന്റെ പേരിൽ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ മുച്ചീട്ടി കളിക്കാരന്റെ മകൾ എന്ന കഥയുടെ നാടകാവിഷ്കാരമാണ് ആദ്യമായി വേദികളിൽ എത്തിച്ചത്. അതിന്റെ തുടക്കം തന്നെ അതിഗംഭീരമായിരുന്നു. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഏതാണ്ട് 300-ലധികം വേദികളിൽ ഈ നാടകം അരങ്ങേറിക്കഴിഞ്ഞു. ഒരു വർഷം കൊണ്ടാണ് ഈ നേട്ടമുണ്ടാക്കിയത്. കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പേരിൽ ഒരു നാടക സമിതി ഉണ്ടെന്ന് മാത്രമല്ല, അനവധി നാടക കലാകാരന്മാർക്ക് ജീവിതോപാധികൾക്കുള്ള വഴികളും ലഭിച്ചു എന്നുള്ളതാണ് വലിയ നേട്ടമായി കാണേണ്ടത്. CR മഹേഷ് ഇന്ന് കോൺഗ്രസിന്റെ കലാ സാംസ്കാരിക സംഘടനയായ സാംസ്കാരിക സാഹിതിയുടെ ചെയർമാൻ കൂടിയാണ്. ജനങ്ങളിൽ വായനാശീലം വളർത്തുന്നതിലേക്കായി സാഹിതിയുടെ പേരിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം 100 വായനശാലകൾ തുടങ്ങുന്നതിന് ആരംഭം വിട്ടു കഴിഞ്ഞു. ആദ്യ വായനശാല പ്രേം നസീറിന്റെ പേരിൽ ശാസ്താംകോട്ടയിൽ ഉദ്ഘാടനവും നടത്തി കഴിഞ്ഞു. CR മഹേഷിന്റെ രാഷ്ട്രീയ ജീവിതയാത്ര രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരുന്നവർ പഠിക്കേണ്ട ഒരു പാഠപുസ്തകം കൂടിയാണ്. 2016 കരുനാഗപ്പള്ളി മണ്ഡലത്തിൽ ജനവിധി തേടിയ അദ്ദേഹം 1759 വോട്ടിന് പരാജയപ്പെടുകയാണ് ഉണ്ടായത്. അന്ന് അദ്ദേഹത്തിനെതിരെ കോൺഗ്രസിൽ നിന്ന് തന്നെ ഒരു വിമതനുണ്ടായിരുന്നു. അയാൾ 4000-ലേറെ വോട്ടുകൾ
സീറ്റുകൾ പിടിക്കുകയും ചെയ്തു. ഈ പരാജയത്തിലുണ്ടായ ട്വിസ്റ്റാണ് അദ്ദേഹത്തെ പിന്നീട് വന്ന തെരഞ്ഞെടുപ്പിൽ മിന്നുന്ന വിജയം നേടാൻ സഹായിച്ചത്. അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങൾ ശ്രദ്ധേയമാണ്. പരാജയം നേരിട്ടപ്പോൾ വീട്ടിൽ പോയിരിക്കുകയല്ലായിരുന്നു, ഇരുന്നിടത്ത് നിന്നും എഴുന്നേൽക്കുകയായിരുന്നു. 5 വർഷക്കാലം അവിടുത്തെ ജനങ്ങളുടെ ചെറുതും വലുതുമായ എല്ലാ പ്രശ്നങ്ങളിലും ഒപ്പം നിന്നു. ഓരോ ദിവസവും ജനങ്ങളിൽ നിന്നും ഊർജം ലഭിക്കുവാനും തുടങ്ങി. രാഷ്ട്രീയത്തിൽ നിന്നും യാതൊരു ലാഭവും ഉണ്ടാക്കാൻ താൻ തുനിഞ്ഞിട്ടില്ല. വാക്കുകളായാലും പ്രവർത്തനമായാലും ഹൃദയത്തിൽ നിന്ന് വരണം. പാർട്ടി നിങ്ങൾക്ക് മത്സരിക്കാൻ അവസരം നൽകുന്നു. പല കാരണങ്ങളാൽ നിങ്ങൾ തോറ്റേക്കാം. അത് നിർഭാഗ്യമോ പ്രതികൂല രാഷ്ട്രീയ സാഹചര്യമോ ആകാം. തോൽവി യാത്രയുടെ അവസാനമല്ല. രാഷ്ട്രീയ പ്രവർത്തനം സുതാര്യമായിരിക്കണം. നമ്മുടെ ജീവിതം സുതാര്യമാകുമ്പോൾ ജനങ്ങൾക്ക് നമ്മളിൽ വിശ്വാസം വരും. ജനങ്ങളിൽ നിന്നും അദ്ദേഹം ആർജിച്ചെടുത്ത ആ വിശ്വാസമാണ് 2021 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികളിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം നേടി വിജയക്കൊടി പാറിക്കാൻ വഴിവെച്ചത്. 2016 തന്നെ പരാജയപ്പെടുത്തിയ CPI കാരനായ R രാമചന്ദ്രനെ ഒരു പൊടി പോലും ബാക്കി വെക്കാതെ ആ തെരഞ്ഞെടുപ്പിൽ തുടച്ചു നീക്കപ്പെട്ടു. 29,096 വോട്ടിന്റെ ഭൂരിപക്ഷമായിരുന്നു അന്ന് CR മഹേഷിന് ലഭിച്ചത്. ആ വിജയത്തിൽ ലവലേശം അഹങ്കാരമില്ലാതെ അദ്ദേഹം പറഞ്ഞിരുന്നു, ഒരിക്കൽ നിങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി നിൽക്കുകയും അവരുടെ വിശ്വാസം നേടുകയും ചെയ്താൽ അവർ അന്ധമായി നിങ്ങൾക്കൊപ്പം നിൽക്കുകയും ഉദാരമായി നിങ്ങളെ പിന്തുണയ്ക്കുകയും ചെയ്യും. രാഷ്ട്രീയ ജാതി മതപരമായ പരിഗണനകൾ ഒന്നും തന്നെ അവരുടെ നിലപാടിനെ ബാധിക്കില്ല. കഴിഞ്ഞ 5 വർഷം ഞാൻ ആരാണെന്ന് അവരെ ബോധ്യപ്പെടുത്തി. അതുകൊണ്ട് നേടിയ അംഗീകാരവും വിജയവുമാണെന്നാണ് അന്ന് അദ്ദേഹം പറഞ്ഞിരുന്നത്. ഞാൻ അടുത്തറിഞ്ഞ, എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ MLA പക്കാ ജനകീയനാണ്. അക്ഷരാർത്ഥത്തിൽ പാവങ്ങളുടെ പടത്തലവനാണ്. മണ്ണിലും വിണ്ണിലും തൂണിലും തുരുമ്പിലും ദൈവമിരിക്കുന്നു, കരുണാമയനായി കാവൽ വിളക്കായി മനസ്സിലിരിക്കുന്നു എന്ന് പറയും പോലെ കരുനാഗപ്പള്ളിയിലെ ജനങ്ങളുടെ കാവലാളായി അദ്ദേഹം അവിടത്തെ ഓരോ ആളുകളുടെയും ഹൃദയത്തിലാണ് അദ്ദേഹത്തെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. 6 പതിറ്റാണ്ടിലേറെയായി കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ തകർക്കാനാകാത്ത കോട്ടമതിലായിരുന്നു കരുനാഗപ്പള്ളി എന്ന മണ്ഡലം. ആ കോട്ടമതിലിനെ പൊളിച്ചടുക്കിക്കൊണ്ടാണ് ഈ എളിയ കലാകാരനായ പച്ച മനുഷ്യൻ അവിടെ നിലയുറപ്പിച്ചത്. ഇന്ന് അദ്ദേഹം അവിടെ വളർന്നു പടർന്ന് പന്തലിച്ചു നിൽക്കുകയാണ്, കരുനാഗപ്പള്ളിക്കൊരു താങ്ങായും തണലായും. ഇപ്പോൾ തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന CR മഹേഷിന്റെ മണ്ഡലമായ കരുനാഗപ്പള്ളിയിലേക്ക് സാഹിത്യകാരന്മാരുടെയും കലാകാരന്മാരുടെയും സിനിമാക്കാരുടെയും നാടകക്കാരുടെയും ഒക്കെ ഒരൊഴുക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. സലീം കുമാർ, കലാഭവൻ റഹ്മാൻ, കലാഭവൻ അൻസാർ എന്നിവരൊക്കെ CR മഹേഷിന് വേണ്ടി സജീവമായി രംഗത്തുണ്ട്. കൂടാതെ CPMന്റെ സഹയാത്രികയും സജീവ പ്രവർത്തകയും ആലപ്പുഴയിലെ മഹിളാ സംഘടനയുടെ ഭാരവാഹിയുമായിരുന്ന ഉഷ ഹസീന കോൺഗ്രസിന് വേണ്ടി CR മഹേഷിന് വേണ്ടി വോട്ടഭ്യർത്ഥിച്ചുകൊണ്ട് അവിടെ എത്തിയിരിക്കുകയാണ്. ഇലക്ഷൻ പ്രചരണത്തിൽ അവർ സജീവ സാന്നിധ്യവുമാണ്. CR മഹേഷ് എന്നത് ഒരു വ്യക്തിയല്ല, അതൊരു മഹാപ്രസ്ഥാനമാണ്. അദ്ദേഹം തന്റെ മണ്ഡലത്തിൽ ചെയ്തിട്ടുള്ള വികസന പ്രവർത്തനങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു എപ്പിസോഡ് തികയാതെ വരും. തോറ്റപ്പോഴും ജയിച്ചപ്പോഴും ജനങ്ങളോടൊപ്പം നിന്ന ഒരു നേതാവ്. അങ്ങനെ ഒരു നേതാവ് രാഷ്ട്രീയ ചരിത്രത്തിൽ ഉണ്ടോ എന്നുപോലും സംശയമാണ്. അതിനെക്കുറിച്ച് അദ്ദേഹം പറയുന്നത്, എന്നും തുറന്നിരിക്കുന്ന കടയിലെ ആള് കയറൂ എന്നാണ്. ഭരണപക്ഷത്താകുമ്പോൾ കട തുറന്നിരിക്കുകയും പ്രതിപക്ഷത്താകുമ്പോൾ കട അടച്ചിടുകയും ചെയ്താൽ ആളുകൾ സാധനം വാങ്ങാൻ വരില്ല. മഹേഷ് എന്ന നേതാവിന്റെ ഇത്തരം സമീപനം കൊണ്ടാണ് പരസ്യത്തിൽ പറയുന്നത് പോലെ ജനകോടികളുടെ തകർക്കാനാകാത്ത വിശ്വസ്ത സ്ഥാപനമാണ് CR മഹേഷ് എന്ന മഹാപ്രസ്ഥാനമെന്ന്. ഏത് സ്ഥാനാർത്ഥിയെ എടുത്താലും എന്തെങ്കിലുമൊക്കെ ചെറിയ കുറ്റവും കുറവും ഒക്കെ ചികഞ്ഞ് കണ്ടുപിടിക്കാനുണ്ടാകും. എന്നാൽ മിസ്റ്റർ ക്ലീൻ എന്ന വാക്കിനെ അന്വർത്ഥമാക്കും വിധമാണ് അദ്ദേഹത്തിന്റെ സ്വഭാവവും ജീവിത രീതികളും. CR മഹേഷിന്റെ വിജയം എതിർപക്ഷത്തുള്ളവർ പോലും ഉറപ്പിച്ചു കഴിഞ്ഞു. എല്ലാവരും ഇപ്പോൾ കാത്തിരിക്കുന്നത് അദ്ദേഹത്തിന്റെ റിക്കാർഡ് ഭൂരിപക്ഷം അറിയുന്നതിന് വേണ്ടി മാത്രമാണ്. അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷം ഉയർത്തുന്നതിലേക്കായി കരുനാഗപ്പള്ളിയിലെ വോട്ടർമാർ അഹോരാത്രം പ്രവർത്തിക്കുകയാണ്. നന്മയുള്ളവരും നയിക്കാൻ അറിയുന്നവരും നാട് ഭരിക്കട്ടെ. പ്രിയപ്പെട്ട CR മഹേഷ് വലിയ ഭൂരിപക്ഷത്തോടു കൂടി തന്നെ വിജയിക്കട്ടെ. അദ്ദേഹത്തിന് എല്ലാവിധ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.